നമസ്കാരം. ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ യഥാർത്ഥ ക്ലാസ് അഥവാ KSRലേക്ക് പോവാണ്. മറ്റുള്ള വിഷയങ്ങളൊന്നും നമുക്ക് ഇതുപോലെ ഡീപ്പായിട്ട് എടുക്കാൻ കഴിയില്ല. കാരണം നോട്ട്സ് തരികയും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുക മാത്രം ചെയ്യാം. KSR നമുക്കറിയാം, ഒരുപാട് ആളുകൾ KSR എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ KSR നമുക്ക് പരിചയങ്ങളുണ്ടാവും. KSRന്റെ ഫുൾ അറിയുമ്പോൾ തന്നെ നമുക്കറിയാം കേരള സർവീസ് റൂളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിൽ കയറിയിട്ട് സർവീസിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, റിട്ടയർഡ് ആയതിനു ശേഷവും മരണശേഷവും മരണാനന്തരവും ആവശ്യമായ ഒരു സാധനമാണ് സർവീസ്. നമുക്ക് ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള നോട്ട്സ് കയ്യിൽ വെക്കണം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഓരോ ഹെഡിങ്ങും പറയും, അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ KSR സർവീസ് റൂൾ എന്ന് പറയുന്നതാണ്. 2 പുസ്തകങ്ങൾ, 2 വോളിയങ്ങളായിട്ട്, 2 വോളിയങ്ങൾ 3 പാർട്ടാണ്. എന്ന് പറഞ്ഞാൽ പാർട്ട് 1 കുറേ കാര്യങ്ങൾ 159 റൂൾ, കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം പിന്നീട് ചെയ്തേക്കും. 159 റൂളുള്ള പാർട്ട് 1, 116 റൂളുള്ള പാർട്ട് 2, പിന്നെ 151 റൂളുള്ള പാർട്ട് 3. ഇത് പഠിക്കാൻ നമുക്ക് ഈ ഹിന്ദിക്കാർ പറഞ്ഞാൽ ഉൾട്ട പഠിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാർട്ട് 3 പെൻഷനും അനുബന്ധ കാര്യങ്ങളും മാത്രം. പാർട്ട് 3 പെൻഷനും അനുബന്ധ കാര്യങ്ങളും അത് വേറെ ഒന്നും അതിൽ തപ്പണ്ട നോക്കണം. പാർട്ട് 2 ട്രാവലിംഗ് അലവൻസ്, TA, DA, ഹാൾട്ട് പോലത്തെ കാര്യങ്ങൾ മാത്രം. അപ്പോൾ 2 വിഷയം കഴിഞ്ഞു. ബാക്കിയുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഏതാണ്? ഒന്ന് നമ്മുടെ സർവീസ് കയറുമ്പോൾ കാണിക്കേണ്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ശമ്പളം, വാർഷിക ഇൻക്രിമെന്റ്, സർവീസിൽ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്താൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ അന്വേഷണമായിട്ട് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന സസ്പെൻഷൻ, പിന്നെ അത് ഡിസ്മിഷൽ, പിന്നെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനൊക്കെ വേഗം മനസ്സിലാവുന്ന കാര്യം SSAയിലേക്ക് മറ്റൊക്കെ പോകുമ്പോൾ ഡെപ്യൂട്ടേഷൻ, ഇത്തരം കാര്യങ്ങൾ. മറ്റുള്ള ഗവൺമെന്റ് സ്റ്റാഫ് ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ, ജനറൽ ട്രാൻസ്ഫർ ആകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ചെലവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ പെൻഷനും ട്രാവലിംഗ് അലവൻസും അല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തപ്പേണ്ടത് പാർട്ട് 1-ലാണ്. പുസ്തകം മാറ്റി വെച്ചു, പുസ്തകം നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇനി നമ്മൾ തുടങ്ങാൻ ഇതിൻ്റെ ഒരു തുടക്കം ആമുഖം മാത്രമാണ്. ഇതിൽ നമ്മൾ തന്നിട്ടുള്ള നോട്ട്സ് നോക്കുക, അത് ഞാൻ വായിക്കേണ്ട ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്ന്, ഇത് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. അതിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1 159 റൂളുകൾ, പാർട്ട് 2 116 റൂളുകൾ, പാർട്ട് 3 151 റൂൾ എന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് എന്ന് പോലും അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം മുമ്പത്തെ മാതിരില്ല, 2012 മുതൽ എന്നാണ് KSR നിലവിൽ വന്നത്, അല്ലെങ്കിൽ എന്നാണ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് എന്ന ചോദ്യത്തിന് ഒരു മാർക്കാണ്. അപ്പോൾ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ വയ്യ. പിന്നെ രണ്ടാമത് പറയുന്നത്, ഇതിന്റെ ഒന്നാമത്തെ റൂൾ തന്നെ ഏറ്റവും രസം തരുക, ദിസ് റൂൾ കോൾഡ് കേരള സർവീസ് റൂൾ, അതാണ് ഒന്നാമത്തെ റൂൾ. പിന്നെ രണ്ടാമത്, ഇത് ആർക്കൊക്കെ ബാധകമാണ്, ആർക്കൊക്കെ ഇത് ഒഴിവ്, KSRന്ന് ആരൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഒഴിവുണ്ട് എന്ന കാര്യമാണ്. അതും കൂടെ വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് ബോൾഡ് ചെയ്തിട്ട്, ഇമ്പോർട്ടൻ്റ് പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ അധ്യാപകനായതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോകാം. അധ്യാപകന്മാരുടെ ഹെഡ് എന്ന് പറയുന്നത് നേരത്തെ DP ആയിരുന്നു, ഇപ്പോൾ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ മുകളിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ സെക്രട്ടറി, അതിൻ്റെ താഴെ ഈ DP അല്ലെങ്കിൽ ഡയറക്ടർ, അതിൻ്റെ താഴെ അഡീഷണൽ DPIമാർ, പിന്നെ 14 DDEമാർ, പിന്നെ ഒരു 40-40ഓളം DEOമാർ, 100 ചില്ലാനും AEOമാർ. ഇവർക്കൊക്കെ അധികാരങ്ങളുണ്ട്, ഇവർക്കൊക്കെ പവറുകളുണ്ട്. നമ്മളെ ഗവൺമെന്റ് സ്കൂളിലെ നിയമനാധികാരിയാണ് DD. മറ്റുള്ള സ്കൂളുകളുടെ അപ്രൂവൽ അംഗീകരിക്കേണ്ട ആളാണ് AEO. അപ്പൊ അത്ര പവർ. എന്നാൽ ചില പവറുകൾ, ചില അധികാരങ്ങൾ ഗവൺമെന്റ് കൈയടക്കി വെച്ചിരിക്കുക. അത് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ റൂളുകൾ ഒരു 7 കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റൂളുകൾ പറയുന്നത്, ഒരു ഉദാഹരണം പറയാം. 1, നിയമം ഭേദഗതി വരുത്തുക. നിയമ ഭേദഗതി എടുത്ത ഓരോ ഡിപ്പാർട്ട്മെന്റും അവർക്കനുസരിച്ച് 85ഓളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
ഓരോ ഡിപ്പാർട്ട്മെന്റും അവർക്കനുസരിച്ച് നിയമം ഭേദഗതി ചെയ്താൽ അത് ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മുടെ ഡിയർനെസ് അലവൻസ് തീരുമാനിക്കുക എത്ര ശതമാനമാണ്. അതേപോലെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളുടെ വാടക തീരുമാനിക്കും തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അത് ഗവൺമെന്റ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും തോന്നിയ മാതിരിയാണ്. പിന്നെ ഈ ഗവൺമെന്റ് റെന്റ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് റെന്റിന്റെ റേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്, റേറ്റും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ KSRL ചാപ്റ്ററിന് ഒരു പ്രാധാന്യമില്ല. പാർട്ട് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഒരു റൂൾ എഴുതുമ്പോൾ റൂൾ 41 പാർട്ട് 1. എന്താ കാരണം? റൂൾ 41 പാർട്ട് 1-ലുണ്ട്, പാർട്ട് 2-ലുണ്ട്, പാർട്ട് 3-ലുണ്ട്. അപ്പോൾ ഏത് പാർട്ടാന്ന് വളരെ വ്യക്തമായിട്ട് പറയണം. ഇതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് സർവീസിൽ കയറുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ, അതിൽ നിന്ന് ഒഴിവുള്ള ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് അത് കൊടുക്കേണ്ടതില്ലാത്ത ആളുകൾ അതിൽ എക്സെപ്ഷനായിട്ട് പറഞ്ഞു. വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഗൈഡ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞു. പിന്നെ പങ്ക്ച്വാലിറ്റി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ ഈ എന്താ പറയുക, BSNL കസ്റ്റമർ കെയർ പറഞ്ഞു 24 മണിക്കൂറും 365 ദിവസവും നമ്മൾ ഗവൺമെന്റ് സ്റ്റാഫാണ്. ഇപ്പം 5 മണി കഴിഞ്ഞാൽ നമുക്ക് തോന്നിയമാതിരി വൈകിട്ട് എന്താ പരിപാടി നമുക്ക് പറ്റില്ല. ഞായറാഴ്ച പോലും പിന്നെ ലീവ് എടുത്തിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല. അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ റിട്ടയർഡ് ആകുന്നവരെ അവരുടെ അത് പാലിച്ചുകൊണ്ടിരിക്കണം. അത് ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഡേ CL. അതായത് ഒരു കലണ്ടർ വർഷത്തിൽ 3 ലേറ്റ് കാണും. 1 മണിക്കൂർ അധികം അല്ലെങ്കിൽ അതിന് കാരണമില്ലാതെ ലേറ്റായി വരികയോ നേരത്തെ പോവുകയോ ചെയ്താൽ അതവിടെ മാർക്ക് ചെയ്യും. അങ്ങനെ 3 ദിവസമാകുമ്പോൾ ഒരു CL ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളെ അക്കൗണ്ടിൽ നിന്ന് കുറയും. ഇനി ഒരു ബിരുദൻ കൊല്ലാവസാനം വന്നപ്പോൾ അയാൾക്ക് 2 CL 2 എടുത്തുള്ളൂ, 2 ലേറ്റ് കമ്മിങ് ആവുള്ളൂ. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ CL ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇയാൾ ഈ കുരുത്തക്കേട് ചെയ്യുന്നതെങ്കിൽ അയാളുടെ മറ്റ് ലീവുകളൊന്നും പിടിക്കാൻ പാടില്ല. പകരം സെൻസറി ശാസന ഇത് വായോണ്ട് പറഞ്ഞാൽ പോരാ, അത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന വേണം. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പിന്നെ എന്താ പറയുക ഗ്രേസ് ടൈം ഉണ്ട്. 10 മിനിറ്റ് ഗ്രേസ് ടൈം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓഫീസ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ രജിസ്റ്റർ എടുത്തു വെക്കേണ്ടതും അത് അലമാരയിൽ വെച്ച് കൂട്ടേണ്ടതുമാണെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന ആളുകൾ സമയം കാണിച്ചു വേണം ഒപ്പിടാൻ. നമ്മളൊക്കെ നമ്മുടെ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ നമ്മളുടെ ആ ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും അത് ചെയ്യാറില്ല. അങ്ങനെയാണ് നിയമപ്രകാരം. പിന്നെ ഒരാൾക്ക് പെർമിഷനോട് കൂടി 1 മണിക്കൂർ നേരത്തെ പോവുകയോ 1 മണിക്കൂർ വൈകുകയോ ചെയ്യാം. ഇതൊരു സ്ഥിരം സംവിധാനമല്ല. ചിലപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരികയാണെങ്കിലോ, ഉച്ചഭക്ഷണം കഴിച്ചു, സ്കൂളിൽ വെല്ലടിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ വരെ അത്യാവശ്യമായിട്ട് പോകണം, നമ്മൾ ഒപ്പിടുകയും ചെയ്യും. CL-ആക്കാൻ പറ്റും. അപ്പോൾ പെർമിഷൻ കൊടുക്കാം. പക്ഷേ രേഖാമൂലം 1 മണിക്കൂറിൽ കൂടുതൽ പെർമിഷൻ കൊടുക്കരുത്. കൊടുക്കുന്ന 2 മണിക്കൂർ കൊടുക്കാതെ പുറത്ത് പറയണ്ട. പക്ഷെ രേഖാമൂലം അത്രേ പോലെ. കാരണം അത് നമ്മൾക്കും നമ്മുടെ മേലധികാരിക്കും അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്. പിന്നെ പറഞ്ഞ ഡൈസ്നോൺ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ ശമ്പളം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, അയാളുടെ സർവീസിന് അത് ബാധിക്കുന്നില്ല. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട അത് എത്ര വലിയ കാര്യം. പിന്നെ സ്പാർക്ക്, പിന്നെ ലീൻ വളരെ പ്രധാന ഒരുപാട് ചൊറ പിടിച്ചൊരു പരിപാടിയാണ്. ലീൻ എന്ന് പറഞ്ഞാൽ റൂൾ 12 എന്ന് പറഞ്ഞാൽ KSRL ശ്രദ്ധിക്കണം. KSRL ചാപ്റ്റർ 2 ഡെഫിനിഷനാണ്. നോട്ടിലുണ്ട്, നോട്ടിൽ പറയാതെ പോലെ അഥവാ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും നോട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. റൂൾ ചാപ്റ്റർ 2 ഡെഫിനിഷൻ. മെയിൻ റൂൾ 12 ഡീൽസ് വിത്ത് ഡെഫിനിഷൻ. ഇത് കണ്ടെയ്ൻ സബ് റൂൾ 1 to 37. 37 സബ് റൂളുകളും അതിൻ്റെ AB ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അതിൽ പറയുന്ന ഒരു കാര്യമാണ് 12-18 പറഞ്ഞ ലീൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളം പറയുമ്പോൾ അതിനേക്കാൾ മുതൽ ലാവണം എന്നാണ് പറയുന്നത്. ലാവണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ലഘൂകരിച്ച് പറഞ്ഞാൽ, നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ
ഈ പറഞ്ഞ 24 മണിക്കൂർ 365 ദിവസം ഒന്നുകിൽ ഡ്യൂട്ടിയിലായിരിക്കണം, അല്ലെങ്കിൽ ലീവിലായിരിക്കണം. ഡ്യൂട്ടിയും ലീവും അല്ലാത്തൊരവസ്ഥ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകാൻ പാടില്ല. അഥവാ നമ്മൾ ലീവിലായാൽ 5 കൊല്ലത്തിനോ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ലീവ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചെയർ അവിടെ ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ, അതാണ് ലീവ്. അത് ഒരാൾക്ക് എനിക്ക് നിങ്ങളെ ലീവിനൊന്നും കിട്ടിയിട്ട് കാര്യമില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം ലീവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് ഒന്നുകിൽ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആവണം, അല്ലെങ്കിൽ രാജിവെക്കണം, അല്ലെങ്കിൽ മരണപ്പെടണം. അല്ലാത്തടത്തോളം ലീവ് പോകും. പിന്നെ ലീവ് സസ്പെൻഡ് ചെയ്യുക, ലീവ് നീട്ടി വെക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില സന്ദർഭം കൊണ്ട് അക്കാലത്തരം കാര്യം വിഷയമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നത് ലീവിന്റെ കാര്യങ്ങളുണ്ട്. പിന്നെ കുറെ ലീവിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 18 വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൂൾ 22 പ്രോവിഡന്റ് ഫണ്ടിനെ പറ്റി. പ്രോവിഡന്റ് ഫണ്ട് ഒരാൾ സർവീസിൽ കയറി 1 വർഷത്തിനുള്ളിൽ പ്രോവിഡന്റ് ഫണ്ടിൽ അംഗമായിരിക്കണം. പിന്നെ പറയുന്നത് SLI GS ആണ്. നേരത്തെ ഒക്കെ SLI സൗകര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ SLI GS ആദ്യത്തെ മാസത്തിൽ തന്നെ തുടങ്ങിയെങ്കിൽ മാത്രമേ ശമ്പളം എഴുതാൻ പാടുള്ളൂ. അത്തരം കാര്യങ്ങൾ പറയും. പിന്നെ അതിൽ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ്. അതിപ്പം നോട്ട്സിൽ 400 അത് പഴയതാണ്. അത് റൗണ്ട് ചെയ്തിട്ട് 500 ആക്കണം. ഇപ്പൊ 500ഉം 10 ലക്ഷം പരിരക്ഷയാണ്. എന്ന് പറഞ്ഞാൽ സർവീസിലിരിക്കെ ആക്സിഡന്റ് ആവുകയോ അപകട മരണം സംഭവിക്കുകയോ ചെയ്താൽ 10 ലക്ഷം വരെ കിട്ടും. അതിന് കൊല്ലം 500 രൂപ നമ്മൾ പ്രീമിയം അടക്കണം. അത് നമ്മുടെ മറ്റുള്ള LIC പോലെയല്ല, നമ്മുടെ വാഹന ഇൻഷുറൻസ് പോലെയാണ്. അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത് തിരിച്ചു കിട്ടില്ല. അപകടം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ ടെന്നർ ഓഫ് അപ്പോയിന്റ്മെന്റ്, അത് മനസ്സിലാവാത്ത ടെന്നർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ടെന്നർ, ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഒന്ന് പെർമനന്റ് അപ്പോയിന്റ്മെന്റ്, മറ്റൊന്ന് ടെമ്പററി അപ്പോയിന്റ്മെന്റ്. പെർമനന്റ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 56 വയസ്സ് വരെ, അല്ലെങ്കിൽ 58, എത്രയാണോ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആ കാലം. ടെമ്പററി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലം, 6 മാസത്തേക്ക് 1 വർഷത്തേക്ക്. ഈ ടെന്നർ ഓഫ് അപ്പോയിന്റ്മെന്റ് അങ്ങനെയല്ല, പെർമനന്റ് തന്നെയാണ്, പക്ഷെ അത് ഒരു നിശ്ചിത കാലത്തേക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ PSC മെമ്പർമാരെ പോലെ. PSC മെമ്പർ താൽക്കാലികമൊന്നുമല്ല, സ്ഥിരം തന്നെ. പക്ഷെ 6 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ ആ കാലാവധി കഴിയാണ്. അത്തരം കാര്യങ്ങളാണ് ടെന്നർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പേ ഫിക്സേഷൻ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അയച്ചു തന്ന മറ്റൊരു സാധനമുണ്ട്. എന്താണെന്ന് അത് ശ്രദ്ധിക്കുക. ഒന്ന് ഇങ്ങനൊരു സാധനം ഇതിന്റെ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആമുഖമായി ബന്ധപ്പെട്ട ഒരു 5 മോഡൽ ക്വസ്റ്റ്യനുകൾ. പിന്നെ ഡെഫിനിഷൻ, ഇതിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട നിർവചനവുമായി ബന്ധപ്പെട്ട ഒരു 14 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് ജനറൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഒരു 15 ക്വസ്റ്റ്യൻസ്. അത്തരം ക്വസ്റ്റ്യൻ ഇത് ചെയ്താൽ തന്നെ മാത്രം മതി. ഇത്തരം ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വരുന്നത്. അപ്പം എന്താ പറയാ, KSRന്റെ ഒരു ആമുഖം, എന്തൊക്കെയാണ് KSR പറയുന്നത് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ വിഷയം ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് 2ാമത്തെ വിഷയമായിട്ട് പറയുന്നത് പേ ഫിക്സേഷൻ ആണ്. അത് കുറച്ചും കൂടി കടുപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവും.